أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الحمد لله الصلاة والسلام على من لا نبي بعده رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ربنا زدنا علما بسم الله الرحمن الرحيم فبأي آلاء ربكما تكذبان. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ ജുസ്ഇലെ 55-ാമത്തെ അധ്യായമാണ് സൂറ റഹ്മാൻ. ഇതിലെ ആവർത്തിച്ചു വരുന്ന ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന ആയത്താണ് ഇന്ന് പ്രിപ്പയർഡ് സ്പീച്ച് കോൺടെസ്റ്റിൽ തദബ്ബുർ ചെയ്യാനുള്ളത്. അൽഹംദുലില്ലാഹ്, ഈ സൂറ മക്കി സൂറയാണ്. ഇതിൽ 78 ആയത്തുകളാണുള്ളത്. അവതരണ ക്രമത്തിൽ 97-ാമത്തെയാണ് സൂറ റഹ്മാൻ. വളരെ ഭംഗിയായി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞു തരുന്ന ഒരു അധ്യായമാണ് ഇത്. വിശുദ്ധ ഖുർആനിൻ്റെ മണവാട്ടി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സൂറത്തിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. മുത്തുമണികൾ പോലെ ഹൃദയമാണ് ഇതിലെ ഓരോ ആയത്തുകളും. അതുപോലെ കവിത പോലെ പ്രതീകാത്മകമാണ് ഈ സൂറ. മനുഷ്യ ഹൃദയങ്ങളിൽ ഒരു ചിന്തയുടെ മഹാവിസ്ഫോടനം സൃഷ്ടിക്കുന്നതാണ് ഈ ആയത്തുകൾ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ ഒരു പേമാരിയാണ് ഈ അധ്യായം. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം നാം ഈ സൂറത്തിൽ പാരായണം ചെയ്യാൻ. ഇതിൽ ആവർത്തിച്ച് അള്ളാഹു 31 തവണ നമ്മോട് ചോദിക്കുന്നുണ്ട് ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. നിങ്ങളുടെ രണ്ട് കൂട്ടരുടെയും സൃഷ്ടാവിൻ്റെ രക്ഷിതാവിൻ്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത് എന്ന്. ഫബിഅയ്യി ഏതേത്, ആലായി അനുഗ്രഹങ്ങൾ, റബ്ബിക്കുമാ നിങ്ങൾ രണ്ട് കൂട്ടരുടെയും റബ്ബ്, തുകദ്ദിബാൻ നിങ്ങൾ രണ്ട് കൂട്ടരും വ്യാജമാക്കുന്നത്. ഇവിടെ അള്ളാഹു ചോദിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ പറ്റി അള്ളാഹു എണ്ണി പറഞ്ഞിട്ടാണ് ഈ ചോദ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇടുന്നത്. ഓരോ പ്രാവശ്യം ഈ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ചോദ്യം കയറേണ്ടതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ പറ്റി നാം കൂടുതൽ ചിന്തിക്കേണ്ടതുണ്ട്. അതാണ് ഈ സൂറത്തിലെ ഈ ആയത്തിൽ നമ്മോട് വ്യക്തമാക്കുന്നത്. അള്ളാഹുവിൻ്റെ അനേകമായ അനുഗ്രഹങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ഓരോ നിമിഷവും ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിൻ്റെ ഈ ആയത്ത് പാരായണം ചെയ്യുന്ന കേട്ടാൽ ജിന്നുകൾ അവർ പ്രാർത്ഥിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. എന്താണ് അവർ ജിന്നുകൾ പ്രാർത്ഥിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ലാ ബിശൈഇൻ മിൻ അമത റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദ്. അതായത് നിന്റെ അനുഗ്രഹങ്ങൾ യാതൊന്നിനെയും ഞങ്ങൾ വ്യാജമാക്കുന്നില്ല, അപ്പോൾ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു എന്ന്. ഇബ്നു ജാരീർ തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിലുള്ളതാണ് ഈ കാര്യം. വളരെ ഭംഗിയായി തന്നെ ഇതിലൂടെ നാം എങ്ങനെയാണ് ഈ ആയത്ത് കേൾക്കുമ്പോൾ പ്രതികരിക്കേണ്ടതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും ഈ ഒരു പ്രാർത്ഥന അത് നമ്മുടെ മനസ്സിൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുക. അള്ളാഹുവിൻ്റെ യാതൊരു അനുഗ്രഹത്തെയും നാം വ്യാജമാക്കുന്നില്ല എന്ന് നാം ഓരോരുത്തരും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇവിടെ ആലായി എന്ന് ഉദ്ദേശിക്കുന്നത് അനുഗ്രഹങ്ങളെയാണ്, ബ്ലെസ്സിങ്സ് ആണ്. എന്നാൽ പല പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം ഈ 31 തവണയും ആലായി ഉപയോഗിക്കുമ്പോൾ ആ അർത്ഥം വ്യത്യാസം വരുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇബ്നു സയ്യിദ് പറയുന്നത് കുദ്റത്ത് എന്നാണ് അവിടെ അതിന്. അള്ളാഹുവിൻ്റെ കുദ്റത്ത് എന്നാണ് അത് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഇമാം റാസി 14-16 ആയത്തുകളിൽ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാനിൽ ആലായുടെ അർത്ഥം കഴിവ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 22-23 ആയത്തുകളിൽ കഴിവിൻ്റെ തികവ് എന്നാണ് ഇമാം റാസി അവിടെ പറയുന്നത്. ഇതെല്ലാം ഉൾപ്പെടുത്തി നോക്കിയാലും ഏതർത്ഥത്തിലും അള്ളാഹുവിൻ്റെ കഴിവുകളെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ആദ്യത്തെ ആയത്തുകളിൽ ഭൂമിയെ സൃഷ്ടിച്ചതിനെ പറ്റിയും അതുപോലെ സസ്യാദികളെ നമുക്ക് തന്നിട്ടുള്ള കാര്യമെല്ലാം പറയുന്നു. അള്ളാഹുവിൻ്റെ ആ ക്രാഫ്റ്റാണ്. അള്ളാഹു നമ്മുടെ ഈന്തപ്പഴത്തെ പൊതിഞ്ഞിരിക്കുന്ന കാര്യമെല്ലാം വ്യക്തമാക്കി പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത് അള്ളാഹു എത്ര ഭംഗിയായിട്ടാണ്, എത്ര ഒരു രസകരമായിട്ടാണ്, നമുക്ക് ആകർഷണീയമായിട്ടാണ് നമുക്കിതെല്ലാം തന്നിട്ടുള്ളതെന്ന്. നമ്മളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ അവിടെ ഏറ്റവും ഭംഗിയായിട്ടുള്ള കവറിങ്, അതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള എഴുത്ത്, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ആ സാധനം പർച്ചേസ് ചെയ്യുക അല്ലേ. ഇതുപോലെ തന്നെ അതാണ് നമ്മുടെ ഒരു
കസ്റ്റമർ ട്രിക്ക് അല്ലേ, അത് തന്നെയാണ് അള്ളാഹു പ്രയോഗിച്ച് ഏറ്റവും ആകർഷകമായി തന്നെയാണ് അള്ളാഹു ഓരോന്നും നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്നിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാത്തതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ. അള്ളാഹുവിൻ്റെ ഓരോ അനുഗ്രഹങ്ങളെപ്പറ്റി നമ്മൾ ആലോചിച്ചുകൊണ്ട് അതിന് നന്ദി ചെയ്യുകയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. അതായത് നമ്മൾ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കുക, ഒരു ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ അത് ആസ്വദിച്ചുകൊണ്ട് അത് ആരുണ്ടാക്കി, എവിടെ നിന്നുണ്ടാക്കി, എങ്ങനെ വന്നു എന്ന് ആലോചിച്ചുകൊണ്ട് വിസ്മി ചൊല്ലിക്കൊണ്ട് നാം അത് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തർക്കും അള്ളാഹുവിന് നന്ദി ചെയ്യാൻ, അതാണ് നമ്മളിവിടെ പരിശ്രമിക്കേണ്ടത്. നമ്മുടെ ജീവൻ ഉള്ളിടത്തോളം കാലം അല്ലേ, നമ്മുടെ ജീവൻ നിലനിൽക്കുന്ന അത്രത്തോളം കാലം നാം അള്ളാഹുവിൻ്റെ ഓരോ അനുഗ്രഹങ്ങളെയും കളവാക്കുകയില്ല എന്ന ഉറച്ച ഒരു തീരുമാനമാണ് നാം ഓരോരുത്തരും എടുക്കേണ്ടത്. അങ്ങനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ അംഗീകരിക്കുക, അതുവഴി അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അവന് നന്ദി കാണിക്കുക. അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിനെ നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു അടിമയായി ജീവിക്കാൻ ഓരോ ഖുർആൻ സൂക്തങ്ങളും നമ്മളിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കണം. അതെ, ഫബി അയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ, ഇല്ല ഒരിക്കലും ഞാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ കളവാക്കുകയില്ല എന്നുള്ള ഉറച്ച ബോധ്യത്തോടെ വേണം നാം ഓരോരുത്തരും ജീവിക്കാൻ. അള്ളാഹു അങ്ങനെയുള്ളവരിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.